എന്റെ കൂടപ്പുറപ്പുകളൊക്കെ സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? രവി, ഇങ്ങനൊന്നും പറയാതിരാ. വാ, നമുക്ക് സ്റ്റേഷനിലേക്കൊന്ന് പോവാ. അമ്മയെ മെമ്പറെ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോ? അയ്യോ, എടാ കണ്ണിച്ചോര ഇല്ലാത്തവനെ, നിന്റെ കൂടെ പുറപ്പാടാ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പോലീസിന്റെ കണ്ണുവിട്ടിച്ച് കുട്ടിമണി പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുന്നു. സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന കുട്ടിമണി ഒരു ആംബുലൻസിൽ കയറുന്നു. മനസ്സിജൻ കുട്ടിമണിയെ അന്വേഷിച്ച് സ്റ്റേഷനിലെത്തുന്നു. സാറേ, ഞാൻ കുട്ടിമണിയുടെ ഭർത്താവാ. കുട്ടിമണി ഒന്ന് കാണാമെന്നതാ. എടോ, കുട്ടിമണി പിടിക്കാൻ വേണ്ടിയാ 2 ടീം പോലീസ് പോയിരിക്കുന്നത്. എന്താ സാറേ? തുടർന്ന് കാണുക. എടോ, ആ വട്ട് പെണ്ണ് ഇവിടുന്ന് ഇറങ്ങി ഓടി പോയെന്ന്. കുട്ടിമണി, എന്താ സാറേ ഈ പറയുന്നേ? എടോ, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. 2 വനിതാ പോലീസുകാരെ കാവലിരുത്തിയതാ. പക്ഷെ കണ്ണ് തെറ്റിപ്പോ പെണ്ണിറങ്ങി ഓടിപ്പോയി. കണ്ടുപിടിക്കും, താൻ ടെൻഷൻ അടിക്കണ്ടത്. ദൈവമേ, എന്റെ കുട്ടു. താൻ പോയി വണ്ടി എടുക്കും, ഞാനും കൂടെ വരാം. നമുക്ക് പോയി നോക്കാം. അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. താൻ വിളിക്കുന്നത് കേട്ടാൽ അവൾ ഇറങ്ങി വരും. കേട്ടാ, താൻ വണ്ടി എടുക്കും, ഞാൻ താ വരും. ഞാനേ വന്നിട്ട് കമ്മിറ്റി കൂടാന്ന് പറ. ശരി മെമ്പറെ. ശാന്തി അറിഞ്ഞോ? എന്നതാ മെമ്പറെ? കുട്ടിമണിയെ കാണാനില്ലെന്ന്. അതിനെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് പോയതല്ലേ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാനില്ലെന്ന്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായിരുന്നു? എന്നതാ മെമ്പറെ ഈ പറയുന്നേ? സത്യമാ ശാന്തി, പെണ്ണെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. കേസ് കുറുപ്പായ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. പെണ്ണെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വിളിച്ച് പറയണമെന്ന്. എന്നാൽ ഈ പെണ്ണ് എവിടെ പോയി കാണും മെമ്പറെ? കാര്യം പെണ്ണ് കുരുത്തം കെട്ടതാണെങ്കിലും അത് പരുന്തുംകാലേ പോന്നു നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ കാണാതായത് വലിയൊരു സംഭവം തന്നെയാണ്. ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ വളരെ സീരിയസ് ആയി ഇടപെടേണ്ട ആവശ്യമുണ്ട്. മെമ്പർ സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ട് പോലീസുകാരെടുത്തിട്ട് ഇടിച്ച് മെമ്പറെ സീരിയസ് ആക്കായിരുന്നാ മതി. ശാന്തമ്മോ, എന്തായാലും വയലോരം വീട്ടുകാർക്ക് ഇത് കഷ്ടകാലത്തിന്റെ സമയം. ഒന്നിനു പുറകെ ഒന്നായി വന്നോണ്ടിരിക്കുമല്ലോ ഓരോ പ്രശ്നങ്ങള്. എന്തോ ചെയ്യുമെന്ന് പറ. ഞാൻ റേഷൻ കടയിലേക്ക് പോവാം. നല്ല ഏരിയ, ചെന്ന് വാങ്ങരുത് തീരുന്നതിന് മുമ്പ്. ബാലനാന്നല്ലേ? ഇനിയിപ്പോ എന്നെ അതിനകത്തേക്ക് കൊടുക്കാനാന്നോ പണി? ഹലോ ബാല മോനെ, പറഞ്ഞോ. മെമ്പറെ, മനസ്സിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അമ്മയാകെ കരഞ്ഞു തളർന്നിരിക്കുക. ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറയിക്കണേ. ശരി മെമ്പറെ. ബാല, എന്നതാ പോലീസുകാർ നിന്നോട് പറഞ്ഞത്? സത്യത്തിൽ എന്നതാ ഉണ്ടായത്? ഇന്നലെ സിജിനോട് പറഞ്ഞു തന്നെ അപ്പച്ചേമ്മേ, കുട്ടിമണി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. മോനെ ബാല, എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മ കരയാതെ, പോലീസ് അന്വേഷിക്കുന്നുണ്ടമ്മേ. മെമ്പറോട് ഇപ്പൊ ഒന്നോടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈശ്വര, എനിക്ക് വയ്യ. എന്റെ തല പൊട്ടിപ്പോന്നോലെ. എന്റെ കൊച്ചിനെ അവര് തല്ലോ ഉപദ്രവിക്കോ വല്ലതും ചെയ്ത് കാണും. അല്ലെങ്കിൽ അവര് വരട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കും. എന്റെ ശാരദ, ഇങ്ങനെ കരയാതെ, വല്ല അസുഖവും വരും. എന്റെ കൊച്ചില്ലാതെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്റെ പരുത്തിക്കാവിലമ്മേ, ഞങ്ങളുടെ പെൺകൊച്ചിനെ കാത്തോളണേ.
കുട്ടിമണിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായെന്ന്. നിനക്കെന്തെങ്കിലും മനസ്സറിവുണ്ടോ മനസ്സിജ? എനിക്കെന്ത് മനസ്സറിവാ? നീ സ്റ്റേഷനിൽ പോയി തിരക്കിയൊന്നുമില്ലേ? ഞാൻ പോയി തിരക്കി. ആഹാ, എന്നിട്ട് എന്ത് കിട്ടി വിവരം? ദേ, എന്റെ ശത്രുവാണവള്. ഇത്രയും കാലം ഞാൻ നിനക്ക് തന്ന സ്നേഹം, നീ എനിക്ക് തന്ന സ്നേഹം, അത് തട്ടിയെടുക്കാൻ വന്നവളവള്. മതി, അറിഞ്ഞുകൊണ്ട് ഞാൻ മതിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത നിന്റെ അവസാനമായിരിക്കും. കൺമഷി കുപ്പിവള ചാന്തേ കുപ്പിവളാണ് കേട്ടാ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കുപ്പിവള വാങ്ങിച്ചോണ്ട് പോ. നല്ല ഭാര്യക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടാവുള്ളൂ. വേണ്ട ഇപ്പൊക്കോ, ഒരൊറ്റ പണിക്കാരില്ല. എങ്ങനെയാ, മൊത്തം ബംഗാളികളല്ലേ. വരും കാലങ്ങളിൽ ബംഗാളികളെ പോലെ ആ ഭാഷ പഠിച്ചാലേ മലയാളികൾക്ക് വയറ്റിപ്പഴുപ്പ് നടക്കുകയുള്ളൂ. എന്തായാലും ഞാൻ പഠിക്കും ബംഗാളി ഭാഷ. ഇതാരേത്? അയ്യോ, മതിലേ അക്കച്ചി. ഹലോ അക്കച്ചി, ആ പറ. എടാ അണ്ണാച്ചി, നീ എവിടാ? ഞാൻ ബംഗാളിലാ, അല്ല കേരളത്തിലാ. കഴിഞ്ഞ ദിവസമേ അക്കച്ചിയുടെ അമ്മയെ കണ്ടപ്പോ ഞാൻ തിരക്കിയായിരുന്നു. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? അതെങ്ങനാ? അക്കച്ചിയുടെ മനസ്സിലിരിക്കുന്ന കാര്യം അക്കച്ചി പറയാതെ ഞാൻ എങ്ങനെ അറിയാം എന്റെ പൊന്നക്കച്ചി? എന്നാ കേട്ടോ, നമ്മുടെ നായിക കുട്ടിമണി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയി. ആണോ? ചാടിയോ? അതേടാ, ഇതൊരു പറ്റിയ അവസരം. പുറത്തെവിടെയെങ്കിലും വെച്ച് അവളെ നിന്റെ കൈ തന്നെ കിട്ടും. കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? വേണ്ട വേണ്ട, കിട്ടിയാൽ അവളെ ഞാൻ എടുക്കും. മിടുക്കൻ, അത് തന്നെയാ വേണ്ടത്. പോലീസിൽ നിന്നും ചാടിപ്പോയ കുട്ടിമണി ഇനി തിരിച്ചു വയലോരം വീട്ടിലെത്തരുത്. വയലോരം വീട്ടിൽ അവളിനി എത്തേണ്ടത് പായിൽ പൊതിഞ്ഞായിരിക്കണം. മതിലേക്കച്ചു ഒന്നും പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അവളെ തപ്പിയെടുക്കും. ഈ കുപ്പിവളെ എണ്ണാച്ച് കുറി വരച്ചതൊന്നും ഇന്ന് വരെ നഷ്ടപ്പെട്ടിട്ടില്ല. ആകെ വഴുതിപ്പോയത് ഇവള് മാത്രമാ. ഇനി ഒരിക്കൽ കൂടി എന്റെ കയ്യിലവള് വന്നാൽ ഈ അണ്ണാച്ചി ആരാണെന്ന് അവള് ശരിക്കറിയും. അപ്പൊ ശരി, നീ ഫോൺ വെച്ചോ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി. ഓക്കേ. അച്ചൂട്ട, നമ്മുടെ മോളെ കാണാനില്ല. എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. സീത മോൾ ഉണ്ടോന്ന് പോലും അറിയില്ല. അച്ചൂട്ട, എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാൻ വയ്യ. എനിക്ക് അവളെ വേണം. അച്ചൂട്ട, ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. ഓരോ നിമിഷവും ഞാൻ നേറി നേറി ചാവുക.
എവിടെയായിരിക്കും അച്ചുവേട്ടാ നമ്മുടെ മോള്? അവൾ എവിടെയാ അച്ചുവേട്ടാ? പറ. അച്ചോട്ടനോടല്ലാതെ എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല അച്ചോട്ട. അച്ചോട്ട, എനിക്കൊരു ഉത്തരം താ. എനിക്കെന്റെ മോളെ കാണണം. അയ്യോ പറഞ്ഞോ പറഞ്ഞോ എന്തുവാ? കേട്ടോ എന്തേ? കേട്ടോണ്ടിരിക്കുവല്ലേ പറ. കുട്ടുമണിയെ ഏതോ അന്താരാഷ്ട്ര മാഫിയ തട്ടിക്കൊണ്ടുപോയെന്നൊരു വാർത്ത. എന്നാര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ചിന്തിച്ചപ്പോരെ മനസ്സിലാക്കാൻ. എന്റെ പൊന്നു മെമ്പറെ, നാട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കാണാതായിട്ട് മെമ്പർ ഒന്നും ചെയ്യുന്നില്ലെന്നാ നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോ ഞാൻ എന്തോ ചെയ്യാന്? അത് കൊള്ളാമല്ലോ. അല്ല, നമ്മുടെ നെഞ്ചത്ത് ആക്കും ചമ്മന്തി അരയ്ക്കാമല്ലോ, ഒരു കുഴപ്പമില്ല. മെമ്പറെ, കുട്ടിമണിയെ കാണാതെ പോയതൊരു ചെറിയ വിഷയമല്ല. കുട്ടിമണി ആരായിരുന്നു ഈ നാട്ടില്? ഏത് പട്ടിക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കുട്ടി അല്ലയോ? മെമ്പർ താമസിച്ചോണ്ടിരുന്നോ? അടുത്ത തെരഞ്ഞെടുപ്പിനെ കുട്ടിമണി എവിടെ നിർത്തി മത്സരിപ്പിക്കണമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, ബുദ്ധിയുടെ കാര്യം നോക്കിയാൽ മെമ്പറുടെ മുകളിലാ കുട്ടിമണി, അത് വേറെ കാര്യം. ചന്തേ, അതിന്റെ ഇടയിൽ കയറി എന്തോ ഒരു വർത്തമാനം അങ്ങനെ മേളിലോണെന്ന് പോലും. ഞാൻ പറയുന്നതാണോ കുഴപ്പം? സ്വന്തം നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കാണാതായിട്ട് മെമ്പർക്ക് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ പറ്റിയോ? ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ പറ്റിയോ? ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയോ? കുറഞ്ഞത് ഒരു ചെറിയ ലാത്തി ചാർജെങ്കിലും നടത്തിക്കാമായിരുന്നു. എന്റെ ശാന്ത നോക്കാം, നീ എല്ലാം കൂടെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. അപ്പോ കുട്ടിമണിയെ കാണാതായത് ഒരു സംഭവമാക്കി മാറ്റാമല്ലേ? കുറച്ച് കാശ് തടയുന്ന വകുപ്പ് തന്നെയാണ്. 8 8 കിട്ടിയതാകട്ടെ. ആദ്യപടി ആക്ഷൻ കൗൺസിൽ. ശാന്തി, നീയാണ് നിന്റെ പ്രസിഡന്റ്. 5 മണിക്കാണ് മീറ്റിംഗ്, വായനശാലയിൽ വെച്ച്. പറ്റുന്ന എത്ര ആൾക്കാരെ കൂട്ടിക്കോണം. നോക്ക്, ചെറിയ കാര്യമൊന്നുമല്ല, പെട്ടെന്ന് എത്തിക്കോണം. അമ്മയോട് ഇതെങ്ങനെ പറയുമെന്ന് എന്റെ പേടി. സീതയെ കാണാതായപ്പോഴേ അമ്മ ആകെ തകർന്നതാ. അതിന്റെ കൂടെ ഇതും. എന്റെ ദൈവമേ. പാലേട്ടാ, പെണ്ണിന് അഹങ്കാരവാ, വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ. അല്ല, അവള് പോലീസ് സ്റ്റേഷനിൽ കയറാൻ ആരാ കാരണം? പകല് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചത് നീയേ ചാപ്പ എന്നായി കാര്യങ്ങൾ. എടാ, ഈ അവസ്ഥയിലെങ്കിലും പരസ്പരം കുത്താതടാ. എന്താ ഒരു വഴിയെന്ന് നീ പറയും? ഞാൻ എന്ത് വഴി പറയാനാ? എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വിളിക്കരുത്, ദൈവത്തെ ഓർത്ത് പ്ലീസ്. രവി, നീ സിജ ഇവൻ പറയുന്നത് കേട്ടോ? രവിയേട്ടാ, ഞാനാ രവിയേട്ടനെ വിളിക്കാൻ പറഞ്ഞത്. ഞങ്ങളെക്കാളൊക്കെ പഠിപ്പും ബുദ്ധിയും ലോകവിവരമൊക്കെ രവിയേട്ടനല്ലേ? ദേ സിജ, ബാലേട്ടനെ പോലെ വെറുതെ ബോധമില്ലാതെ സംസാരിക്കരുത്. എന്റെ വീടിന് വേണ്ടി ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ അസ്ഥിത്തരം ഉണ്ടാക്കാൻ കാശ് മുടക്കിയത് എല്ലാം ഞാനാ. വെളിച്ചെണ്ണയും തിരിയും കൂടെ മേടിച്ചെന്റെ കണക്കൂടി പറയടാ, നന്ദി കേട്ടവനെ. ദേ സിജൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. വെറുതെ കൂടപ്പിറപ്പുകൾ തമ്മിൽ നടു റോട്ടില് തല്ല് കൂടിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. ഓ, കൂടപ്പിറപ്പാണെന്ന് നീ സമ്മതിച്ചല്ലോ, സന്തോഷം. ബാലേട്ടാ, എന്താണ്? പ്ലീസ് രവിയേട്ടാ, കലയിടത്തിലെ ബന്ധുക്കളെ കൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയിക്കാൻ പറ്റുമോ? എനിക്കതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സിജ. എനിക്കൊരു മന്ദബുദ്ധി പെങ്ങളുണ്ടെന്ന് ലോകം മുഴുവൻ അറിയിക്കണം. എന്ത് പറയടാ, മന്ദബുദ്ധി പെങ്ങളോ? നിന്റെ എന്റെ ബുദ്ധി പറഞ്ഞ പെങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുത്ത ആളായി നിൽക്കുന്നത്. ആ പാവത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണോടാ ഇത് പറയാൻ? ആണോടാ? ബാലേട്ടാ, ബാലേട്ടാ വിട്.
കുട്ടിമണി ആരും കണ്ടുപിടിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. സിജ വാ. ഓ അങ്ങോട്ട് ചെല്ല്. സാമർത്ഥ്യം പോലെ നടക്കട്ടെ കാര്യങ്ങള്. സിജ വാ. ദിവേട്ടാ പോട്ടെ. സിജനെ ഒന്ന് പിടിച്ചേ. ആ എടാ, നിന്നെ പോലെ ഒരു അതിസാമർത്ഥ്യക്കാരൻ അനിയനുള്ളതിൽ എനിക്കിപ്പോ ലജ്ജ തോന്നടാ. ഒരു ദിവസം നീ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു തുണയ്ക്ക് വേണ്ടി കൂരിരട്ടത്ത് നിൽക്കും. അന്ന് നീ പഠിക്കൂടാ, ഓർത്തോ. വാ ബാലേട്ടാ. ഇനിയാണെന്നില്ലേ മാമ? അതെ, ഞാനേ ഒരു പാട്ട് പാടിത്തരാവേ. നീലാകാശം പീലി വിടത്തും പച്ചത്തെങ്ങോല, തെളിഞ്ഞ വാമുടി കെട്ടിൽ നിറയെ ചുവന്ന റോസാപ്പൂ. നീലാകാശം പീലി വിടത്തും പച്ചത്തെങ്ങോല, തെളിഞ്ഞ വാമുടി കെട്ടിൽ നിറയെ ചുവന്ന റോസാപ്പൂ. കൊള്ളാമന്ന റോസാപ്പൂ. നീലാകാശം പീലി വിടത്തും പച്ചത്തെങ്ങോല. തെളിഞ്ഞ വാമുടി കെട്ടിൽ നിറയെ ചുവന്ന റോസാപ്പൂ. മോളൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല. ഞാനേ ഇപ്പൊ മെശന്ന് ചാവും. മോൾക്ക് തീറ്റ തന്നാലേ എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? யாரு மணி? വീട്ടിൽ പോണോ? ഓ മലയാളിയാ? നീ ഏതാ കൊച്ചേ? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കൊച്ചൊന്നും അല്ല, മോളാ, കുട്ടിമണി മോള്. കൊള്ളാലോ. എവിടുത്തെ മോളാ?
ഞാനേ വീട്ടിലെ മോളാ. മോളുടെ വീട് എവിടെയാ? എന്റെ വീടേ മാടങ്കാവിന്റെ അപ്പുറത്താ. മാടങ്കാവോ? ഈ മാടങ്കാവ് എവിടെയാ? മാടങ്കാവേ എന്റെ വീടിന്റെ ഇപ്പുറത്താ. ഇത് തലയ്ക്ക് ഓളമുള്ള കേസാന്ന് തോന്നുന്നു. അതെ, എനിക്ക് വിശക്കുന്നു, വല്ലത് തിന്നാൻ തരാവോ? മോളൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല. ഞാനേ ഇപ്പൊ മെശന്ന് ചാവും. മോൾക്ക് തീറ്റ തന്നാലേ എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നിനക്ക് വീട്ടുജോലി അറിയാവോ? അറിയാം. വാ തരാം. ഇതാണോ വീട്? ആണോ? ഇതാണോ വീട്? എന്റെ വീട് ഇതിലും വലുതാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തിരിച്ചുകൊണ്ടെന്ന് റോഡിൽ വിടുവേ. എനിക്ക് വിശന്നിട്ട് എന്ത് ഭക്ഷണം എന്തെങ്കിലും തായോ? നീ വാ. ഇവിടെ നിന്നെ പോലെ വേറൊരു പെങ്കൊച്ചുണ്ട്, പേര് അല്ലി. പല്ലിയോ? എന്റെ അമ്മോ. പല്ലിയല്ല, അല്ലി. തളർന്നു കിടക്കുവാ. എങ്ങനെ തളർന്നു പോയേ? നടന്ന് ശീലിച്ചു തളർന്നു പോയതാണോ? അതല്ല, ഞാനുണ്ടല്ലോ, ഞാനും നടന്ന് ഓടി ശീലിച്ചു പോയതാ. അയ്യോ, എനിക്ക് വിശന്നിട്ട് പോയി, എന്തേലും തായോ? ഇനി മുട്ട ഉണ്ടോ? മുട്ടയല്ല, കിട്ട. തന്നത് കഴിക്കാൻ നോക്കു വച്ചേ. അതെ, എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാടാ. നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തരാനേ ഞാൻ ആരാ? നിന്റെ പെറ്റതള്ളയോ? ഇത് തന്നെ എന്റെ മനസ്സലിവ് കൊണ്ട് തരുന്നതാ. നാളെ ഇത് പാരയാവോന്ന് കടവുൾക്ക് താൻ തരും. വയലോരം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് കുട്ടിമണി പുറത്തേക്ക്. കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഈ മതികല വീണ്ടും കളത്തിലിറങ്ങാൻ പോവുക. തെറ്റും ശരിയും തിരിച്ചറിയാത്ത കുട്ടിമണിക്ക് കൂട്ട് ഈ അമ്മയുടെ പ്രാർത്ഥന മാത്രം.